ഉണ്ട്. ഇക്രിമത്ത് ബിൻ അബി ജഹൽ, അദ്ദേഹത്തിന്റെ ചരിത്രം നോക്കി നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും. പിൽക്കാലത്ത് ഒരു യുദ്ധത്തിൽ 3 പേർ പരിക്കേറ്റ് കിടക്കുകയാണ്. ഒരാൾ വെള്ളത്തിന് ചോദിക്കും, ഒരാൾ വെള്ളം എടുത്ത് ഒരാളുടെ അരികിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം ഇതുപോലെ വെള്ളത്തിന് യാചിക്കുന്ന മറ്റൊരാളെ കാണിച്ചു കൊടുത്തു. അദ്ദേഹം കുടിച്ചില്ല. അയാളുടെ അടുത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹം മരണാസന്നായി കിടക്കുകയാണ്, യുദ്ധത്തിൽ പരിക്കേറ്റ്. മറ്റൊരാൾ വെള്ളത്തിന് ചോദിക്കുന്നു കേട്ടു, അയാൾ കൊടുക്കുമെന്ന് പറഞ്ഞു. മൂന്നാമത്തെ അരികിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടിരുന്നു. രണ്ടാമത്തെ അരികിലേക്ക് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം മരണപ്പെട്ടിരുന്നു. ഒന്നാമത്തെ അരികിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടിരുന്നു. ഇങ്ങനെ ഒരു കഥ ഇസ്ലാമിൽ വളരെ പ്രസിദ്ധമാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു അതിലൊന്ന് ഇക്രിമയായിരുന്നു എന്ന്. ഈ 3 പേരിൽ ഒരാൾ. അല്ലാഹു അക്ബർ. നോക്കൂ നിങ്ങൾ, ഇത് ഈസാറിന്റെ ഉദാഹരണങ്ങളിൽ ഏറ്റവും വലുതാണ്. ഈസാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ, അതായത് സദഖയിൽ ഏറ്റവും നല്ലത് എന്താ? നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കലാണ്. പൈസയോട് നമുക്ക് ഇഷ്ടമുണ്ടായിരിക്കെ കൊടുക്കലാണ് ഏറ്റവും നല്ലത്. ഇഷ്ടമുള്ളതാണ് ദാനം ചെയ്യുന്നത്. പക്ഷെ അതിനും അപ്പുറത്തൊന്നുണ്ട്. അതെന്താണ്? ആവശ്യമുണ്ടായിരിക്കാതെ മറ്റൊരാൾ കൊടുക്കുന്നത്. അത് സുബ്ഹാനല്ലാഹ് ഒരിക്കലും നിർബന്ധമുള്ള കാര്യമല്ല. ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അയാൾക്ക് ഉപയോഗിക്കാം. സദഖ തന്നെ നിർബന്ധമല്ല എന്നതുപോലെ. പക്ഷേ സുബ്ഹാനല്ലാഹ് അത് അള്ളാഹുവിന്റെ പടപ്പുകളിൽ അപൂർവം ആളുകൾക്കല്ലാതെ സാധിക്കില്ല. ഇതാകട്ടെ മരണത്തിന്റെ സമയത്താണിത്. അവസാന ശ്വാസത്തിന്റെ സമയത്താണ് ഈ വെള്ളം ചോദിക്കുന്നത്, തൊണ്ട കാറുന്ന ആ വേളയിൽ. എന്നിട്ടാണ് മറ്റൊരാൾ അതിന് ചോദിക്കും, അങ്ങോട്ട് കൊടുക്കൂ എന്ന് പറയുന്നത്. അല്ലാഹു അക്ബർ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇതുപോലെ അൻസാറുകളുടെ രീതിയായിരുന്നു ഇത്. അൻസാറുകളെ പറ്റി അള്ളാഹു പറഞ്ഞല്ലോ, എന്ത് വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. വയുസിറൂന അലാ അൻഫുസിഹിം, അവരെക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുന്നു, അവർക്ക് ആവശ്യമുണ്ട് എങ്കിലും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഒരാൾ അതിഥിയായി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിലേക്ക് ആളെ പറഞ്ഞു, എന്തെങ്കിലും ആൾക്ക് കൊടുക്കാൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. ആരുടെ വീട്ടിൽ? നബിയുടെ ഭാര്യമാരുടെ വീട്ടിൽ. നബിയുടെ വീട്ടിലൊന്നുമില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുണ്ട് ഇദ്ദേഹത്തിന് അതിഥിയായി സ്വീകരിക്കാൻ? യർഹമുല്ലാഹ്, അയാൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കും. ഒരു സഹാബി, അദ്ദേഹം അബൂ തൽഹ ആയിരുന്നു എന്നാണ് ചില റിവായത്തുകളിലൂടെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്വീകരിക്കാം. അദ്ദേഹം കൂട്ടിയിട്ട് പോയി ഭാര്യയുടെ അടുത്തേക്ക് ചെന്നു. ഭാര്യ പറഞ്ഞു, പാകം കുറച്ച് ഭക്ഷണം മാത്രമേ ഉള്ളൂ. കുട്ടികളതാ വിശന്നിട്ട് കരയുകയാണ്, കുട്ടികൾ വിശന്നിരിക്കാൻ, എന്ത് ചെയ്യും? കുറച്ച് ഭക്ഷണം. അപ്പം അദ്ദേഹം പറഞ്ഞു, നീ എന്ത് ചെയ്യുക? ഭക്ഷണം പാകം ചെയ്യുന്നത് പോലെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കുട്ടികൾ കുറേ നേരം അങ്ങനെ നോക്കി നിന്ന് അവരങ്ങ് ഉറങ്ങിക്കോളും, അവരുറങ്ങട്ടെ. എന്നിട്ട് നീ എന്ത് ചെയ്യുക? വിളക്ക് നന്നാക്കുന്ന രൂപത്തിൽ വിളക്ക് അണച്ചു കളയുക. എന്നിട്ട് ഇദ്ദേഹത്തെ നമുക്ക് ഭക്ഷണം കൊടുക്കാം. വിളക്കണച്ചാൽ ഇവർ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവാതിരിക്കാനാണ്. അവർ കഴിക്കാതെ ഞാനെങ്ങനെ തിന്നാനെന്ന് അദ്ദേഹത്തിന് തോന്നാതിരിക്കാൻ. അങ്ങനെ ഈ സ്ത്രീ അവർ റളിയല്ലാഹു അൻഹ അതുപോലെ ചെയ്തു. അവരതുപോലെ ചെയ്തു. കുട്ടികൾ ഉറങ്ങി, വിശന്നുറങ്ങി. എന്നിട്ട് വിളക്ക് നന്നാക്കാൻ എന്ന ഭാവത്തിൽ അത് അണച്ചു കളഞ്ഞു. ഭക്ഷണം ഇദ്ദേഹത്തിന് നൽകി. രാവിലെ ഇദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് ളഹികല്ലാഹു മിൻ ഫിആലികുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രവൃത്തി കണ്ട് അള്ളാഹു ചിരിച്ചിരിക്കുന്നു. അല്ലാഹു അക്ബർ. നിങ്ങൾ നോക്കി, ഇതെന്തൊരു ഈസാറാണ്. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ എന്ന സൂറത്തുൽ ഹശ്റിലെ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ സംഭവം ഉദ്ധരിച്ചത് കാണാം. അല്ലാഹു അക്ബർ. ഇതായിരുന്നു മുസ്ലിങ്ങളുടെ മുൻഗാമികൾ. അവരുടെ ഈമാൻ അത് നമ്മുടെ സങ്കല്പങ്ങൾക്ക്, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തുള്ളതായിരുന്നു. അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ അവർ അങ്ങേയറ്റം പരിശ്രമിച്ചിരുന്നു.